ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ചിക്കൻ ഹനീത്ത്. ഇത് മന്തിയൊക്കെ പോലെ തന്നെ വേറൊരു വെറൈറ്റി ഐറ്റം. ഇത് യമൻ ഡിഷാണേ. നമുക്കിപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു മസാല പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. 2 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ മല്ലി, മഞ്ഞൾ പൊടി, 5 ഗ്രാമ്പു, 5 ഏലക്ക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാവേ. മല്ലിയുടെ ഒക്കെ വറുത്തിടുമ്പോൾ ചെറിയൊരു മണമൊക്കെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കി അത് ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരഞ്ഞ് വെക്കണേ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി 2 പാക്കറ്റ് ചിക്കൻ ക്യൂബ് ഇടുന്നുണ്ട്. മാഗിയുടെ ചിക്കൻ ക്യൂബ് അതും കൂടെ ഇടാവേ. ഞാൻ 2 പാക്കറ്റാണ് ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പം ഒന്ന് ശ്രദ്ധിച്ചിട്ടിടണേ. കാരണം ഇതിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുവാണേ. ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണേലും ചേർക്കാവേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. എന്നാലേ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് വെള്ളം വേണേ. ആ വെള്ളത്തിൽ വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് സ്റ്റവ് വെച്ചൊന്ന് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ വെള്ളം തന്നെ നമുക്ക് അരി വേവിക്കാൻ വേണ്ടി കൂടി എടുക്കാവേ. അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തേക്ക്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകട്ടെ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കന് ഈ വെള്ളമൊന്നും ഇല്ലാതെ പീസ് മാത്രം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാവേ. നല്ല വെന്തിട്ടുണ്ട്. ചിക്കൻ ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അളന്നൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാവേ. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ കോരി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചിക്കൻ എല്ലാം അടുക്കി കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി എടുക്കാവേ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു. നമ്മൾ ചിക്കൻ എല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് 2-3 ഏലക്കായ, ഗ്രാമ്പു, പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വഴറ്റാൻ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവോള കനം കുറച്ച് അരിഞ്ഞത്, ക്യാപ്സിക്കം, 1 തക്കാളി. ആദ്യം നമുക്കിനി സവോള ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണേ. നമ്മൾ ആ സ്റ്റോക്കിനകത്ത് നല്ല ഉപ്പ് കാണുമായിരിക്കും. അപ്പം നമ്മൾ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നേ. സവോള വഴഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഡ്രൈഡ് ലെമണും കൂടെ ആഡ് ചെയ്യാവേ. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അരിയായിരുന്നു എടുത്തിരുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. എനിക്ക് 2 കപ്പ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് 3 കപ്പാണ് ടോട്ടൽ ഒഴിക്കുന്നത്. നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡൻ റൈസ് ആണ് എടുത്തേക്കുന്നത്. നമുക്കത് ഞാനത് 1 മണിക്കൂർ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഒന്ന് തിളക്കട്ടെ. അപ്പോഴേ
വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുതിരാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ അരി ഒന്ന് വേകട്ടെ, അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് കുറച്ച് മയോണൈസൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നതും കുക്ക് ചെയ്യുന്നതും. കൊള്ളാം. മന്തിയുടെ ഒരു ടേസ്റ്റല്ല, ചെറിയൊരു പുളിയുണ്ട് തക്കാളിയുടെ ഒക്കെ, പക്ഷെ നൈസായിട്ടുണ്ട്. ഇന്നോട് കഴിക്കട്ടെ. സൂപ്പർ. ഓക്കെ, എരിവാന്ന് പറയാതിരിക്കും. എരിവൊന്നുമില്ല ഇതിന്. വേണ്ട പറഞ്ഞു അറിയുക. നല്ല കേട്ടോ, സീരിയസ് ആയിട്ടും. അങ്ങനെയുണ്ട്. മന്തിയുടെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ് അല്ലേ? എനിക്ക് ക്യാപ്സിക്കവും തക്കാളി പക്ഷേ മന്തിൻ്റെ ബിരിയാണി പ്രത്യേക വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ കഴിക്കാനൊരു ടേസ്റ്റാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. സൂപ്പറാണ്, ഫുഡ് അങ്ങോട്ട് അടിക്കുക നമ്മുടെ മെയിൻ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറഞ്ഞ ബൈ.